ഹലോ. IPL ഇന്ന് CSKയും പഞ്ചാബും തമ്മിലാണ് മത്സരം. മത്സരം നടക്കുന്നത് ചെന്നൈയുടെ ഹോം ഗ്രൗണ്ടായ MA ചിദംബരം ചെപ്പോക്ക് സ്റ്റേഡിയത്തിലാണ്. അപ്പം ഇതിനെപ്പറ്റി ഒരു അനലൈസ് നടത്തുവാണെങ്കിൽ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും, പഞ്ചാബാണ് ജയിക്കാനുള്ള ഒരു ഫേവറേറ്റ് ടീമായിട്ട് ഇന്ന് മത്സരത്തിന് മുന്നേ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഡാറ്റാസ് എല്ലാം വെച്ച് നോക്കുമ്പം ചെന്നൈയും ഒട്ടും മോശമല്ല. നമുക്ക് എന്തായാലും ഡീറ്റെയിൽസിലേക്ക് നോക്കാം. ഇപ്പം ഈ കഴിഞ്ഞ വേൾഡ് കപ്പിലെ മത്സരങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെന്നൈ നടന്നിട്ടുള്ള മത്സരങ്ങളൊക്കെ ഒരു ആവറേജ് 180 to 200 സ്കോറിലേക്ക് പോകാൻ പറ്റിയിട്ടുണ്ട്. അപ്പം നമുക്കറിയാം, ഇതിന് മുന്നേ ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞാൽ ചെന്നൈ ഒരു സ്ലോയിഷ് ആയിട്ടുള്ളൊരു പിച്ചായിരുന്നു. പക്ഷേ കഴിഞ്ഞ IPLും അത് കഴിഞ്ഞുള്ള മത്സരങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ട് മാറി തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ചെന്നൈയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ട്രിവ്യ പറയുവാണെന്നുണ്ടെങ്കിൽ, CSK ജേഴ്സിയിൽ നമ്മുടെ സഞ്ജുവിൻ്റെ ആദ്യത്തെ ഹോം മത്സരമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പം വളരെ നല്ല സപ്പോർട്ടായിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്, CSKയുടെ ഹോം ഗ്രൗണ്ടിന് എന്തായാലും നല്ലൊരു ലോക്കൽ സപ്പോർട്ടാണ് നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടുള്ളത്. പിന്നെ നമുക്കറിയാവുന്ന പോലെ നമ്മുടെ ധോണി ഇന്നത്തെ കളിയും കളിക്കത്തില്ല. അപ്പം ടീം 11 കഴിഞ്ഞ കളിയിൽ വെച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് കാര്യമായ മാറ്റങ്ങളൊന്നും, ആദ്യത്തെ കളി തോറ്റുകൊണ്ടാണ് തുടങ്ങിയെങ്കിൽ പോലും കാര്യമായ മാറ്റങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ചെന്നൈയുടെ ഒരു ബാറ്റിംഗ് യൂണിറ്റാണ് താരതമ്യേന യൂത്തിനെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ബാറ്റിംഗ് യൂണിറ്റ് ആണെങ്കിൽ കൂടി ബാറ്റിംഗ് യൂണിറ്റാണ് അവരുടെ ഒരു പ്ലസ് പോയിന്റ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ സഞ്ജുവും ഋതുരാജും തമ്മിലുള്ള ഓപ്പണിങ് 1 ആയിട്ട് ഇന്ന് മിക്കവാറും ഒന്നെങ്കിൽ ആയുഷ് മാത്രം, അല്ലെങ്കിൽ ഉറുൽ പട്ടേൽ, പിന്നെ അത് കഴിഞ്ഞാൽ കാർത്തിക് ശർമ്മ, അങ്ങനെ അല്ലെങ്കിൽ ബ്രേവിസ് പരിക്ക് കഴിഞ്ഞ് തിരിച്ചെത്തുന്നുണ്ടെങ്കിൽ ബ്രേവിസ് ആയിരിക്കും 4ാമത് ബാറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് പിന്നെ ഇന്ത്യൻ താരങ്ങൾ ബാക്ക് ടു ബാക്ക് വരും. പിന്നെ അവരുടെ ബോളിങ്ങിനെ പറ്റി പറയുവാണെങ്കിൽ ഖലീൽ അഹമ്മദ്, പുള്ളി കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ബാക്ക് ടു ബാക്ക് ഉള്ള IPL മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, പവർ പ്ലേയിൽ നല്ല രീതിയിൽ തന്നെയാണ് പുള്ളി ബോൾ ചെയ്യുന്നത്. അപ്പം പവർ പ്ലേയിൽ പുള്ളിക്ക് 1 വിക്കറ്റ് അല്ലെങ്കിൽ 2 വിക്കറ്റ് പഞ്ചാബിൻ്റെ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെന്നൈക്ക് കളിയിൽ നല്ലൊരു ചാൻസാണ് ഉണ്ടാകുന്നത്. ഇപ്പം നമ്മൾ ഇങ്ങേ സൈഡിൽ പഞ്ചാബിനെ പറ്റി പറയുവാണെങ്കിൽ അവരുടെ ഓപ്പണിംഗ് പെയർ പ്രിയാൻ ഷാരിയും പ്രഭുരാം സിംഗും നല്ല രീതിയിലാണ് ഇതുവരെയുള്ള തുടക്കങ്ങളെല്ലാം നൽകിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ കളിയിൽ ഫസ്റ്റ് കളിയിൽ അവരുടെ ഓപ്പണിങ്ങും കുറച്ച് പാളിപ്പോയി. അത് കഴിഞ്ഞ് വന്ന 1 ഡൗൺ ആയിട്ട് വന്ന ശ്രേയസ് അയ്യർ ആണെങ്കിലും അധികം ഇമ്പാക്റ്റ് ഒന്നും നൽകാണ്ടാണ് ഔട്ടായി പോയത്. പിന്നെ നമ്മൾ കണ്ടത് ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാനായ ഓസ്ട്രേലിയയുടെ പുതിയ ഒരു യങ് പ്ലെയറായ കോപ്പർ കോണോളി, പുള്ളിയാണ് വളരെ മികച്ച രീതിയിലുള്ളൊരു ഇന്നിങ്സ് കളിച്ച് പഞ്ചാബിനെ ജയത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പം അവരുടെ ഒരു ടീമിനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓസ്ട്രേലിയൻ പ്ലേയേഴ്സിൻ്റെ എന്താ പറയുന്നത്, ഒരു മിനി ഓസ്ട്രേലിയൻ ടീം പോലെയാണ് അവരുടെ ഒരു ഫോറിൻ പ്ലേയേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം മറ്റൊന്നുമല്ല, അവരുടെ കോച്ച് പോണ്ടിങ് ആണ് ഓപ്ഷൻ്റെ സമയത്ത് കറക്റ്റായിട്ട് അങ്ങനെയുള്ള താരങ്ങളെ നോക്കി പുള്ളി പിക്ക് ചെയ്തത്. അപ്പം ആ ഒരു ലിറ്റിൽ എഡ്ജ് ചെന്നൈയുടെ മുകളിൽ പഞ്ചാബിനുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, ഇന്നത്തെ കളിക്ക് മുന്നേ, ടോസ് ഇടുന്നതിന് മുന്നേ വരെ പഞ്ചാബായിരിക്കും മുൻതൂക്കം കൂടുതൽ. പിന്നെ ഈ ഒരു പ്രഷർ ചെന്നൈ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതിനെ വെച്ചിരിക്കും ഇന്നത്തെ കളിയുടെ റിസൾട്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റ് 5 കളിയിൽ ഋതുരാജ് ക്യാപ്റ്റൻസി ചെയ്ത ലാസ്റ്റ് 5 കളിയിൽ ചെന്നൈ ഇതുവരെ ഒരു കളി പോലും ജയിച്ചിട്ടില്ല. എന്തായാലും ഋതുരാജിന് ഓരോ കളി കഴിയുന്തോറും, ഓരോ കളികൾ തോൽക്കും തോറും കൂടുതൽ പ്രഷറാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് പുള്ളിയുടെ ക്യാപ്റ്റൻസിയിലും ബാറ്റിങ്ങിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഒരു സഞ്ജുവിനെ പോലൊരു പ്ലെയറിനെ ചെന്നൈയിലേക്ക് എത്തിക്കുകയും കൂടെ ചെയ്തതോടുകൂടി ഋതുരാജിൻ്റെ ആ ഒരു ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് ഒട്ടും ഒരു സേഫ് അല്ലാത്ത രീതിയിലേക്കാണ് ഓരോ റിസൾട്ട് കഴിയുമ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം സഞ്ജു വളരെ മികച്ച രീതിയിലാണ് രാജസ്ഥാനെ നയിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇങ്ങനെ കുറേ ഘടകങ്ങൾ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നെ സഞ്ജുവിൻ്റെ ഒരു വീക്ക് പോയിന്റിനെ പറ്റി പറയുവാണെങ്കിൽ, അപ്പം അതായത് ഇന്ന് ചെന്നൈക്ക് വേണ്ടി ഓപ്പണിംഗ് ഇറങ്ങി സഞ്ജു പവർ പ്ലേ ഒക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സഞ്ജുവിനെ പൂട്ടാനായിട്ടുള്ള ഒരു സാധനം അല്ലെങ്കിൽ ഒരു വജ്രായുധം നമ്മുടെ പഞ്ചാബിൻ്റെ പക്കലുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ യുസ്വേന്ദ്ര ചഹൽ. പുള്ളി സഞ്ജു തമ്മിലുള്ള മാച്ചപ്പ് നോക്കിക്കഴിഞ്ഞാൽ ചഹലിനാണ് കുറച്ചെങ്കിലും മുൻതൂക്കം നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ സഞ്ജുവിൻ്റെ ഇപ്പോഴത്തെ ഒരു ഫോമിൽ ചഹൽ എത്രത്തോളം വെല്ലുവിളിയാകും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. പിന്നെ അടുത്ത ഒരാളെന്ന് പറയുന്നത് മാർക്കോ യാൻസൻ്റെ ഹൈറ്റും ആ ഒരു പൊക്കത്തിൽ നിന്ന് വരുന്ന ഒരു ഡെലിവറിയും ഉറപ്പായിട്ടും സഞ്ജുവിന് മാത്രമല്ല ചെന്നൈയുടെ എല്ലാ ബാറ്റ്സ്മാൻമാർക്കും ഒരു വെല്ലുവിളി സൃഷ്ടിക്കാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. കാരണം പുള്ളിയുടെ ഒരു ഹൈറ്റ് വെച്ചിട്ട് നല്ല രീതിയിലുള്ള ബൗൺസ്, അങ്ങനത്തെ ഒരു വേഗതയും പുള്ളിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു പിച്ചിൽ. പിന്നെ വേറൊരാൾ ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അർഷദീപ് സിംഗ്. അപ്പം പവർ പ്ലേ എന്തായാലും ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓപ്പണിംഗ് ബോളിംഗ് പഞ്ചാബ് സൈഡിൽ നിന്ന് ഹാൻഡിൽ ചെയ്യുന്ന അർഷദീപ് സിംഗ് ആയിരിക്കും. പുള്ളി ഒരു ലെഫ്റ്റ് ആം പേസറാണ്. അപ്പം ലെഫ്റ്റ് ആം പേസർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞാൽ ചെന്നൈ ക്യാപ്റ്റൻ ഋതുരാജ് സിംഗിന് ഈ ലെഫ്റ്റ് ആം പേസേഴ്സിനോട് അത്രയ്ക്ക് ഒരു നല്ല റെക്കോർഡല്ല ഉള്ളത്. പക്ഷേ
ഓൺ ദി അതർ ഹാൻഡ് നമ്മൾ സഞ്ജുവിനെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു അർഷദീപിന് മുകളിലൊരു കുറച്ചൊരു മേൽക്കൈ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് ഒത്തുവരുന്നൊരു കളിയാണ് നമ്മുടെ ഇന്നത്തെ ചെന്നൈ വേഴ്സസ് പഞ്ചാബ്. അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഫാൻറ്റസി ടീം ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു കളിക്കാരൻ, ചെന്നൈയാണ് ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സഞ്ജുവിനെ ട്രൈ ചെയ്യാൻ പറ്റും. പിന്നെ ഓൾറൗണ്ടേഴ്സ് ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ശിവൻ ദൂബെ, കാരണം ഈ ചഹലൊക്കെ മിഡിൽ ഓവർ വരുന്നതെന്നുണ്ടെങ്കിൽ സ്പിന്നിനെ നന്നായി കൈകാര്യം ചെയ്യുന്ന ഒരു ബാറ്റ്സ്മാനാണ് ശിവൻ ദൂബെ. തുടക്കത്തിൽ ചെന്നൈയുടെ വിക്കറ്റ് പോയി കഴിഞ്ഞാൽ ദൂബയ്ക്ക് ബാറ്റിങ്ങും കിട്ടും. പിന്നെ പഞ്ചാബിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്യാപ്റ്റൻസിക്ക് പറ്റിയ ഒരു പ്ലെയർ എന്ന് പറയുന്നത് നമുക്ക് ശ്രേയസ് അയ്യരാണ്. പുള്ളിയുടെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഫോം തന്നെയാണ് നമ്മൾ പുള്ളിയെ ബാക്ക് ചെയ്യാനുള്ള ഒരു കാരണം. പിന്നെ വേറൊരു പ്ലെയർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് മാർക്കോ യാൻസൺ. പുള്ളിയുടെ ബോളിങ്ങും പിന്നെ പുള്ളി അറ്റ്ലീസ്റ്റ് നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കളിക്കാരൻ കൂടിയാണ്. അപ്പോൾ ഒരു രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് പോയിന്റ് കിട്ടാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. അപ്പം എന്തായാലും നമുക്ക് മാച്ച് കഴിഞ്ഞ് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.